നല്ല പഴുത്ത മാമ്പഴം കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവത്തില്ല അല്ലേ? എന്നാൽ മാമ്പഴം പലപ്പോഴും നമുക്ക് നല്ല രുചിയുണ്ടെന്ന് കരുതി കൂടുതൽ കഴിച്ചിരുന്നാൽ ചിലർക്ക് വയറുവേദന വരുന്ന കണ്ടിട്ടില്ലേ? ചിലർക്ക് ഭയങ്കരമായിട്ട് വയറിനകത്ത് ഉരുണ്ട് മറിയുന്ന ബുദ്ധിമുട്ട്, ഗ്യാസ് ശല്യം ഉണ്ടാകുന്നത് കണ്ടിട്ടില്ലേ? ചിലർക്കാണെന്നുണ്ടെങ്കിൽ മാമ്പഴം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഛർദിലോ ഇല്ലെങ്കിൽ ശരീരത്തിന് ഒരു പനി പോലുള്ള ടെൻഡൻസിയോ വരുന്നത് കണ്ടിട്ടില്ലേ? പണ്ടുള്ള ആൾക്കാർ ഇതിനെ മാങ്ങാപ്പനി എന്നൊക്കെ വിളിച്ചിരുന്നു. പലപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് മാമ്പഴം കഴിച്ചാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്? പല കുട്ടികൾക്കും മാമ്പഴം ഇഷ്ടമാണെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ വയറിന് പ്രശ്നം വരും, ഗ്യാസ് വരുന്നു കരുതി പലരും കൊടുക്കാറില്ല. യഥാർത്ഥത്തിൽ ഇതിന്റെ പുറകിലുള്ള രഹസ്യം എന്ന് പറയുന്നത് മാമ്പഴത്തിനകത്ത് ഫൈറ്റിക് ആസിഡ് എന്ന് വിളിക്കുന്ന ഒരു ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ട്. ഈ ഫൈറ്റിക് ആസിഡ് എന്ന രാസവസ്തുവിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിൽ ചെറിയ അളവിൽ എത്തിക്കഴിഞ്ഞാൽ പ്രോബ്ലം ഇല്ല. പലപ്പോഴും നമ്മുടെ ശരീരത്തിനകത്തുള്ള പലവിധ മൈക്രോ ന്യൂട്രിയൻസിനെയും വലിച്ചെടുക്കുന്നതിന്, പ്രത്യേകിച്ച് കാൽഷ്യം, സിങ്ക് പോലുള്ളവ വലിച്ചെടുക്കുന്നതിനെ ഈ ഫൈറ്റിക് ആസിഡ് ചെറുക്കും. പലവിധ നട്ട്സിനകത്തും ഫൈറ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബദാമൊക്കെ പലപ്പോഴും വെള്ളത്തിയിട്ടിട്ട് കുതിർത്ത് കഴിക്കണം എന്നൊക്കെ പറയുന്നത്. അതേപോലെ മാമ്പഴത്തിനകത്ത് നമ്മൾ കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഉയർന്ന അളവിൽ ഫൈറ്റിക് ആസിഡ് എത്തുകയും